സ്വാഗതം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോ സ്വർണം കവർന്നെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ദ്വാരപാലക ശില്പപാളികൾ ഇതര സംസ്ഥാനങ്ങളിലും പ്രദർശിപ്പിച്ചു. സ്പോൺസർമാരിൽ നിന്ന് വലിയ അളവിൽ സ്വർണം കൈവശപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ. കുറ്റം സംബന്ധിച്ച് പോറ്റിയുടെ മൊഴി. പാലിയേക്കരയിൽ ടോൾ പിരിവിന് ഹൈക്കോടതിയുടെ അനുമതി. ദേശീയപാത എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണം. ടോൾ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്നും നിർദ്ദേശം. ഓപ്പറേഷൻ മുംഖോറിൽ കസ്റ്റഡിയിലെടുത്ത ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻസ് കസ്റ്റംസ് വിട്ടുനൽകും. ബാങ്ക് ഗ്യാരണ്ടിയിൽ വാഹനം വിട്ടുനൽകാൻ കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ തീരുമാനം. നടപടി ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ. താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണത്തിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങിയ കുടുംബം. കുട്ടിയുടെ മരണ കാരണം അമീബിക് മസ്തിഷ്കജ്വരം അല്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് തീരുമാനം. ശിരോവസ്ത്രവിലക്കിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഉത്തരവിന് സ്റ്റേ ഇല്ല. സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ഹാൽ സിനിമ കാണാൻ ഹൈക്കോടതി. സിനിമ കണ്ട ശേഷം കോടതി തീരുമാനമെടുക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം അംഗീകരിച്ചു. സിനിമ കാണാനുള്ള തീയതിയും സ്ഥലവും ചൊവ്വാഴ്ച കോടതി തീരുമാനിക്കും. തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ചു. വെള്ളറക്കാട് സ്വദേശി ഇല്യാസ് ആണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. മുസ്ലിം ലീഗിനെതിരെ വീണ്ടും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഗ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാർ. ലീഗ് ശ്രമിക്കുന്നത് വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താനാണെന്നും SNDP മുഖപത്രം. യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ. തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും OP ബഹിഷ്കരിക്കുമെന്ന സർക്കാർ ഡോക്ടർമാരുടെ സംഘടന. സമരത്തിലേക്ക് തള്ളിവിട്ടത് സർക്കാരാണെന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ റിലേ അടിസ്ഥാനത്തിൽ OP ബഹിഷ്കരിക്കുമെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. കേരള തീരത്ത് 21 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസ് ഇന്ന് സ്വന്തം തട്ടകത്തിൽ 3ാം അംഗത്തിനിറങ്ങും. തൃശൂർ മാജിക് FC ആണ് എതിരാളികൾ. രാത്രി 7:30 ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. വെടിനിർത്തിയിട്ടും ഗസക്കാർ പട്ടിണിയിൽ. ആവശ്യത്തിനുള്ള ഭക്ഷണവും മരുന്നും കടത്തിവിടാതെ ഇസ്രായേൽ. ഗസയിലെ ക്രിമിനൽ സംഘങ്ങൾക്കെതിരായ നടപടി തുടർന്നാൽ ഹമാസിനെ അമർച്ച ചെയ്യുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ക്യാപ്സ്യൂൾ പൂർണ്ണമാകുന്നു.